Good morning. Okay, Sarah, good morning. Good morning, ma'am. Okay, Nasir, good morning. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖാണോ എല്ലാവർക്കും? ഓക്കെ. സുഖാണ്. സംഗീതം എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ? നമ്മള് കഴിഞ്ഞ ദിവസം സോളി മിക്സിന്റെ ഒരു പോർഷന്റെ ബാലൻസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഓക്കെ, അതായത് 5ാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം അല്ലെ, ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്, അത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടാ. കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികൾ കുറവായിരുന്നു. Objectives, importance. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെ. ഓക്കെ, അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ. അറിയാലോ, എന്താണ് എംപ്ലോയീസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ ഒരു ജോലിയുടെ ടേംസും കണ്ടീഷൻസുകളൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്ന, ചർച്ച ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ പ്രാധാന്യം എന്താണ്? അത് നമ്മൾ ഓരോ വിഭാഗത്തിൽ നോക്കി കണ്ടു അല്ലെ. സൊസൈറ്റിക്ക് എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട്, എംപ്ലോയീസിന് എത്രത്തോളം കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയേഴ്സിന് അല്ലെ, തൊഴിലുടമകൾക്ക് കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ട് എന്തൊക്കെ ഇമ്പോർട്ടൻസ് അവർക്കുണ്ട് അത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ പ്രധാനമായിട്ടും ഈ പറയുന്ന കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുകളാണ് ഉള്ളത് അല്ലെ. There are 2 kinds of environmental factors that influence the process. അതായത് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുകളാണ് ഉള്ളത്. ഒന്നാമത്തത് എന്താണ്? ബാർഗെയിനിങ് സ്ട്രക്ചർ ആണ്. ഒന്നാമത്തത് എന്താണ്? ബാർഗെയിനിങ് സ്ട്രക്ചർ ആണ്. ബാർഗെയിനിങ് സ്ട്രക്ചറിൽ നമ്മൾ 4 ടൈപ്പ് ഓഫ് സ്ട്രക്ചറുകൾ പറഞ്ഞു അല്ലെ. 4 ടൈപ്പ് ഏതൊക്കെയായിരുന്നു? സിംഗിൾ കമ്പനി നെഗോഷിയേറ്റിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ബാർഗെയിനിങ് സ്ട്രക്ചർ ആണ് അല്ലെ. സിംഗിൾ കമ്പനി ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. രണ്ടാമത്തെ എന്തായിരുന്നു? വാരിയസ് കമ്പനീസ് ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻസ്. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ കമ്പനീസ് ആയിരിക്കും ഡീലിംഗ് വിത്ത് സിംഗിൾ യൂണിയൻ. പിന്നെ നമ്മൾ എന്താ കണ്ടത്? വാരിയസ് യൂണിയൻസ് ഡീലിംഗ് വിത്ത് സിംഗിൾ കമ്പനി. അതായത് മൾട്ടിപ്പിൾ ഓഫ് യൂണിയൻസ് നെഗോഷിയേറ്റിംഗ് വിത്ത് സിംഗിൾ കമ്പനി. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബാർഗെയിനിങ് സ്ട്രക്ചർ ആണ്. മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ടായിരിക്കും നെഗോഷിയേറ്റിംഗ് വിത്ത് മൾട്ടിപ്പിൾ യൂണിയൻസ് വിത്ത് ഈച്ച് അതർ. അങ്ങനെ 4 ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സുകളാണ് അവിടെ ഉള്ളത്. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ടിന്റെ വിശദീകരണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. എങ്കിലും നമ്മൾ ജസ്റ്റ് ആ ഫ്ലോ ചാർട്ട് ഒന്ന് പരിചയപ്പെട്ടു അല്ലെ. എങ്ങനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, അത് വളരെ സിമ്പിൾ ആയിട്ടൊരു ഫ്ലോ ചാർട്ട് മുഖേന നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നെന്താണ്? പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? നെഗോഷിയേഷന്റെ മീനിങ് എന്താണ്? ഡിസ്കസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ചർച്ച ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ, നെഗോഷിയേഷന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക.
ചർച്ചകൾക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ. ആര് തമ്മിലുള്ള നെഗോഷിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത്? യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള നെഗോഷിയേഷൻ. യൂണിയൻ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, പിന്നെ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് മാനേജ്മെന്റും. ഈ ഇരു കൂട്ടർക്കും തമ്മിലുള്ള നെഗോഷിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ, ചർച്ചകൾക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. രണ്ടാമത്തേൽ എന്താണ്? ബാർഗെയിനിങ് ഇഷ്യൂസ്. നമ്മൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ അതിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഐഡന്റിഫൈ ചെയ്യുന്നു. മൂന്നാമതാണ് എന്ത്? നെഗോഷിയേറ്റിംഗ്, അല്ലെ? നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാണ്. ഇനി നെഗോഷിയേഷൻ ബ്രേക്ക് ഡൗൺസ്, അതായത് നെഗോഷിയേഷന് തടസ്സം നിൽക്കുന്ന എല്ലാ ബാരിയറുകളെയും ഓവർകം ചെയ്യുന്നതിനായിട്ടുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ റീച്ചിങ് ദ എഗ്രിമെന്റ്, അങ്ങനെ ഒരു ചർച്ചയ്ക്കൊടുവിൽ നമ്മൾ ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുന്നു. പിന്നെന്താണ്? റാറ്റിഫൈ ദ എഗ്രിമെന്റ്. റാറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നുള്ള അർത്ഥമാണ്, അല്ലെ? എഗ്രിമെന്റ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നു. ലാസ്റ്റ് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എഗ്രിമെന്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അഗ്രിമെന്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. ഇതാണ് എന്ത്? കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്, ഒരു ഫ്ലോ ചാർട്ടിലൂടെ നമ്മൾ പറഞ്ഞതാണ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ഭാഗം നമുക്ക് പറയാലോ. നെക്സ്റ്റ് ഫാക്ടർ പഠിക്കാലോ. അപ്പൊ ഫസ്റ്റ് ഫാക്ടർ എന്തായിരുന്നു? ബാർഗെയിനിങ് സ്ട്രക്ചർ. നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അതായത് the two environmental factors that influence the process of collective bargaining. കളക്റ്റീവ് ബാർഗെയിനിങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ഒന്ന് ബാർഗെയിനിങ് സ്ട്രക്ചർ ആണ്. രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ പഠിക്കുകയാണ്. എന്താണത്? The second environment factor is the type of union management relationship. അതാണ് യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് ആണ് രണ്ടാമത്തെ എൻവിയോൺമെന്റൽ ഫാക്ടർ. ഒന്നാമത്തെ എന്തായിരുന്നു? ബാർഗെയിനിങ് സ്ട്രക്ചർ. അതിൽ 4 ടൈപ്പ് സ്ട്രക്ചർ നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ്. ടൈപ്പ് ആണ് കേട്ടോ. ടൈപ്പ് ഓഫ് യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ്. അതായത് ഈ പറയുന്ന യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിന്റെ ടൈപ്പ്. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പല രീതിയിലാവാലോ. പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം, നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെ? റിലേഷൻഷിപ്പ് പല രീതിയിലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ആ ഒരു ടൈപ്പ് ഓഫ് യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് ആണ് രണ്ടാമത്തെ എൻവിയോൺമെന്റൽ ഫാക്ടർ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക. ദ റിലേഷൻഷിപ്പ് മേ ബി മാർക്ക്ഡ് ബൈ എ ഫീലിംഗ് ഓഫ് നോൺ കോപ്പറേഷൻ. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഓൺലി പോസിബിൾ അണ്ടർ കോപ്പറേറ്റീവ് സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ്. ആ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം കേട്ടോ. എന്താണ്? കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഓൺലി പോസിബിൾ under cooperative style of functioning. A non-cooperative approach hinders the process. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? യൂണിയൻ മാനേജ്മെന്റ് തമ്മിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന യൂണിയനും മാനേജ്മെന്റും തമ്മിലൊരു സഹകരണപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോഴാണ് കളക്റ്റീവ് ബാർഗെയിനിങ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? അവര് തമ്മില് ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? യൂണിയനും ഈ പറയുന്ന മാനേജ്മെന്റും തമ്മില് വളരെ സഹകരണപരമായിട്ടുള്ള ഒരു ബന്ധം അത് ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന കളക്റ്റീവ് ബാർഗെയിനിങ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോപ്പറേഷൻ ആണ് ഉണ്ടാകുന്നത്, അല്ലെ? അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഓൺലി പോസിബിൾ അണ്ടർ കോപ്പറേറ്റീവ് സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ്. എന്താണ് കോപ്പറേറ്റീവ് ഫംഗ്ഷനിങ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഈ പറയുന്ന എംപ്ലോയറും എംപ്ലോയീസും വർക്ക് ടുഗെദർ. അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ദേ ഷെയർ ദ ഇൻഫർമേഷൻസ്. അവർ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ദേ അറൈവ് ഇൻ ദ മ്യൂച്വലി ബെനിഫിഷ്യൽ സൊല്യൂഷൻസ്, അല്ലെ? ഇരു കൂട്ടർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസിലോട്ട് അവര് എത്തിച്ചേരുന്നു. ഇനിയല്ലേ വേണ്ടത്? ഇരു കൂട്ടർക്കും നമ്മൾ പറയില്ല ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് രണ്ടു കൂട്ടർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു
റിസൾട്ട് ആണ് അവിടെ ഉണ്ടാകുന്നത്. അതിന് വേണ്ടി അവർ ഒരുമിച്ച് വർക്ക് ചെയ്യണം അല്ലെ. അവര് വർക്ക് ടുഗെദർ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അവരവരുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ്, അവരുടെ ഇൻട്രസ്റ്റ്, അതുപോലെ അവരുടെ റെക്കമെൻഡേഷൻസുകൾ, അവരുടെ ഇൻഫർമേഷൻസ് അവർ പരസ്പരം ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇരു കൂട്ടരും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലോട്ട് എത്തിച്ചേരുന്നു. അതാണ് എന്ത് കോപ്പറേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലെ. നോൺ കോപ്പറേറ്റീവ് അപ്രോച്ച് ആണെങ്കിലോ ഏതെങ്കിലും ഒരു കൂട്ടര് മാത്രം സഹകരിക്കുന്നു, മറ്റൊരു കൂട്ടർ ഒന്നിനും അടുക്കുന്നില്ല. അവിടെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവിടെ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് സാധ്യമാണോ? അല്ല. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് നടക്കണമെന്നത് ഒരു വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ മാത്രമാണ് കളക്റ്റീവ് ബാർഗെയിനിങ് അവിടെ വർക്ക്ഔട്ട് ആകുന്നത്. അതേസമയം നോൺ കോപ്പറേറ്റീവ് അപ്രോച്ച് ഹിൻഡേഴ്സ് ദ പ്രോസസ്. ഒരു നിസ്സഹകരണം അത് എപ്പോഴും ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ എന്താണ് പറഞ്ഞത് നമ്മള്? കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, ഒന്ന് ബാർഗെയിനിങ് സ്ട്രക്ചർ ആണ്, മറ്റൊന്ന് ടൈപ്പ് ഓഫ് യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻ ആണ്. എങ്ങനെയുള്ള യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ അവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഒരു കോപ്പറേറ്റീവ് അപ്രോച്ച് ഓഫ് അല്ലെ, കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഇരു കൂട്ടരും തമ്മിൽ ഒരു സഹകരണപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവിടെ കളക്റ്റീവ് ബാർഗെയിനിങ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? കൺസെപ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എക്സ്പ്ലെയിൻഡ് ബിലോ. അതായത് നമ്മൾ നേരത്തെ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞില്ലേ, അതിനെ നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണ് കേട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണ്, തേർഡ് സ്റ്റെപ്പ് എന്താണ്, അവിടെ എന്താണ് ഓരോ സ്റ്റെപ്പിന് നടക്കുന്നത്, അത് കൃത്യമായിട്ട് നോക്കുക കേട്ടോ. ഒന്നാമത്തെ നോക്കി, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. ഇതാണ് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചകളാണ് അല്ലെ, ഡിസ്കഷൻ ആണ്. അപ്പൊ ചർച്ചകൾക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. ചർച്ച കൂടി പോയി ചർച്ച ചെയ്യല്ല, അതിന് വേണ്ടിയിട്ട് കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തണം അല്ലെ. നമ്മൾ പ്ലാനിങ് ചെയ്യുന്ന പോലെ തന്നെയാണ് അല്ലെ. പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ, നെഗോഷിയേഷൻ ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അപ്പൊ നോക്കി എന്താണ് അവിടെ പറയുന്നത്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് to prepare in advance for the negotiation, since a variety of topics and complex issues are discussed during the process. അതായത് നമ്മളൊരു നെഗോഷിയേഷൻ നടക്കുമ്പോൾ നമ്മൾ പല വിധത്തിലുള്ള വിഷയങ്ങളും അതുപോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു എന്താ പറയാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എംപ്ലോയർമാരായാലും അത് തൊഴിലുടമകളായിക്കോട്ടെ തൊഴിലാളികളായിക്കോട്ടെ അവര് മുൻകൂട്ടി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കണം. നമ്മുടെ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാം ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് എപ്പോഴും ഒരു സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നെഗോഷിയേഷൻ ആവാം, ചിലപ്പോൾ പല ഡിസ്പ്യൂട്ടുകൾ സംഘർഷങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവാം. എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ. അപ്പോ എന്ത് ചെയ്യണം? ഈ ഒരു നെഗോഷിയേഷൻ പ്രോസസ്സ് സമയത്ത് നമ്മൾ പല വെറൈറ്റി ഓഫ് ടോപ്പിക്സ് അല്ലെ, പലതരത്തിലുള്ള വിഷയങ്ങള്, സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നത് കൊണ്ട് മുൻകൂട്ടി തന്നെ ഈ പറയുന്ന തൊഴിലുടമകളും ജീവനക്കാരും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവര് നടത്തിയിരിക്കണം. ഓക്കെ. പിന്നെന്താണ്? presenting a methodical and accurate case to both sides that can be termed as effective bargaining. Underline ചെയ്തു വെക്കുക കേട്ടോ. ഒരു ഡെഫിനിഷൻ പോലെ എന്താണ് ഇഫക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്? presenting a methodical and accurate case to both sides can be termed as an effective bargaining. അതായത് ഇരുപക്ഷത്തു നിന്നുമുള്ള വളരെ മെത്തോഡിക്കൽ ആയിട്ടുള്ള വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള, മെത്തോഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ തോന്നിയ രീതിയിലല്ല, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു നെഗോഷിയേഷൻ, അതും ഇരു കൂട്ടരുടെ ഭാഗത്ത് നിന്നും കേട്ടോ. ഒരു കൂട്ടരുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഇരുകൂട്ടരും, അതായത് നമ്മൾ ഈ പറയുന്ന യൂണിയന്റെയും മാനേജ്മെന്റിന്റെയും ഇരുവശത്തു നിന്നുമുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നെഗോഷിയേഷനെയാണ് നമ്മൾ ഇഫക്റ്റീവ് ബാർഗെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ശരിക്കും ഇഫക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരും വളരെ കോംപ്ലിക്കേറ്റീവ് ആയിട്ട് തന്നെ, വളരെ എന്താണ് ഹെൽത്തി ആയിട്ട് തന്നെ, പീരിയോഡിക്കൽ മെത്തോഡിക്കൽ, ദാറ്റ് മീൻസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലെ, വളരെ എന്താ പറയാ
വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടും കൃത്യമായിട്ടും ആ ഒരു നെഗോഷിയേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് ബാർഗെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്താണ്? ഫ്രം ദ മാനേജ്മെന്റ് സൈഡ് ദ നെഗോഷിയേറ്റേഴ്സ് ആർ റിക്വയർഡ് ടു. അപ്പോ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുമുള്ള നെഗോഷിയേറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇരു കൂട്ടരും എന്ത് ചെയ്യണം? നെഗോഷിയേഷന് മുമ്പായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തണം. അപ്പൊ ഓരോ കൂട്ടരും എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്? നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള നെഗോഷിയേറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ, ഈ പോയിന്റുകളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഫസ്റ്റ് കാര്യം ഇതാണ്, make definitive proposals in response to changes in the contract language. ഇതാണ് make definitive proposals in response to changes in the contract language. എന്താണ് അവിടെ പറയുന്ന ഉദ്ദേശം? എന്താണ് അവിടെ പറയുന്ന കാര്യം? എന്താണെന്നറിയോ? അതായത് നമ്മുടെ കരാറില് എന്തൊക്കെ പ്രത്യേക മാറ്റങ്ങളാണോ അവർ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ പ്രത്യേക മാറ്റങ്ങൾ വരുത്താനാണോ ആഗ്രഹിക്കുന്നത്, അതിനെപ്പറ്റി കൃത്യമായിട്ട് ചിന്തിച്ച് വ്യക്തമായിട്ടുള്ള പ്രപ്പോസൽസുകൾ മുന്നോട്ട് വെക്കാം. അതുപോലെ തന്നെ മറുകക്ഷിയുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് മേക്ക് ഡെഫിനിറ്റീവ് പ്രപ്പോസൽസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ദ കോൺട്രാക്ട് ലാംഗ്വേജ്. അതായത് നമ്മുടെ യൂണിയനും മാനേജ്മെന്റും തമ്മിൽ ഈ നെഗോഷിയേഷനിലൂടെ അവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, ഒരു കരാറിൽ ഏർപ്പെടുകയാണ് അല്ലെ. അപ്പൊ ആ കരാറിൽ എന്തൊക്കെ പ്രത്യേക മാറ്റങ്ങൾ വരുത്താനാണോ ആഗ്രഹിക്കുന്നത് അതിനെ പറ്റി കൃത്യമായിട്ട് ചിന്തിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതും നമുക്ക് മറുകക്ഷിയുമായിട്ട്, ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷികൾ എന്ന് പറഞ്ഞ യൂണിയനാണ്. അപ്പൊ യൂണിയനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാം, വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതാണ് അവിടെ പറയുന്ന കോൺട്രാക്ട് ലാംഗ്വേജ്. കോൺട്രാക്ടിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെ പ്രത്യേക മാറ്റങ്ങൾ വരുത്തണം. എന്തെങ്കിലും വർക്കിംഗ് കണ്ടീഷനെ സംബന്ധിച്ചോ വർക്കിംഗ് അവേഴ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സാലറി ബേസ്ഡ് ആയിട്ടോ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അവരെന്ത് ചെയ്യണം? അതിനെപ്പറ്റി കൃത്യമായിട്ട് ആലോചിക്കണം. കൃത്യമായിട്ട് ആലോചിച്ച് കറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോസൽസ് മുന്നോട്ട് വെക്കാം. അതിനെ പറ്റിയിട്ട് മറുകക്ഷിയുമായിട്ട് ചർച്ച ചെയ്യുന്നതിന്, നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. മേക്ക് ഡെഫിനിറ്റീവ് പ്രപ്പോസൽസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ദ കോൺട്രാക്ട് ലാംഗ്വേജ്. മനസ്സിലായോ പോയിന്റ്? ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യുന്നില്ല? ഓക്കെ, ക്ലാസ്സിൽ ഇരിക്കുന്നവരൊന്ന് പറയണോട്ടോ, അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാനാണ്. ഓക്കെ, അടുത്തത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, എസ്റ്റാബ്ലിഷ് ദ ബ്രോഡ് റേഞ്ച് ഓഫ് ദ മോണിറ്ററി പാക്കേജ് ടു ബി പ്രപ്പോസ്ഡ് ബൈ ദ കമ്പനി. എന്താണ് പറയുന്നത്? എസ്റ്റാബ്ലിഷ് ദ ബ്രോഡ് റേഞ്ച് ഓഫ് ദ മോണിറ്ററി പാക്കേജ് ടു ബി പ്രപ്പോസ്ഡ് ബൈ ദ കമ്പനി. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി എത്ര തുക നൽകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? അതായത് കമ്പനിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാവും, അവിടുത്തെ എംപ്ലോയീസിന് എത്ര വേതനം കൊടുക്കണം അല്ലെ. അത് കമ്പനിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ആ കമ്പനി എത്ര തുക നൽകാൻ തയ്യാറാണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ സാമ്പത്തിക ആനുകൂല്യങ്ങളാണോ അവര് വാഗ്ദാനം ചെയ്യുന്നത് അതിന്റെ ഒരു ഏകദേശ കണക്ക്, ഒരു റഫ് എസ്റ്റിമേറ്റ് തീരുമാനിക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. establish the broad range of the monetary package to be proposed by the company. കമ്പനി എത്ര തുക നൽകാൻ തയ്യാറാണ്, അതുപോലെ എന്തൊക്കെ സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശ കണക്കെടുപ്പ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാല് ഇപ്പൊ കമ്പനി പറയാണ്, അതായത് ഇപ്പൊ ഒരു എംപ്ലോയീസിന്റെ സാലറിയിൽ ഒരു 5 to 8% വരെ സാലറി ഇൻക്രീസ് കൊടുക്കാണ്. അപ്പൊ അവിടെ ഒരു റേഞ്ച് അവർ പറയുന്നുണ്ട് അല്ലെ. 5 to 8% വരെ സാലറി ഇൻക്രീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ 10 to 15% വരെ സാലറി ഇൻക്രീസ് കൊടുക്കുന്നു. അപ്പൊ അവർ ഇത്ര കൊടുക്കാം, അത് റേഞ്ച് അവരിവിടെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ കമ്പനി ഇത്ര തുക നൽകാൻ തയ്യാറാണ്, എന്തൊക്കെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിന്റെ കൃത്യമായിട്ട് ഒരു കൃത്യം എന്ന് പറയുന്നില്ല, ഏകദേശം കേട്ടോ, ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ്, ഒരു ഏകദേശ കണക്കെടുപ്പ് തീരുമാനിച്ച് അതിനെപ്പറ്റി അങ്ങനെയുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് രണ്ടാമത് കേട്ടോ. ഇതൊക്കെ ആര് ചെയ്യേണ്ടതാണ്? മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള നെഗോഷിയേറ്റേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് എന്താണ്? പ്രൊവൈഡ് സപ്പോർട്ടിംഗ് ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഡ്യൂറിംഗ് ദ നെഗോഷിയേഷൻ പർപ്പസ്.
അതുപോലെ തന്നെ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സപ്പോർട്ടീവ് ഡാറ്റകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകളും പ്രൊവൈഡ് ചെയ്യാം. അതായത് ഇവര് നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് അവരുടെ ചർച്ചകൾക്ക് പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അവരുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ അവരുടെ വ്യാവസായിക മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ അവരുടെ സ്ഥിതി വിവര കണക്കുകളും മറ്റും പ്രൊവൈഡ് ചെയ്യാം. അത് എന്ന് പറയുമ്പോൾ അവരുടെ ചർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് അവരത് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. അതായത് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനായിട്ട് നമുക്ക് നിരത്തി വെക്കാവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഈ അവരുടെ ഇൻഡസ്ട്രിയൽ ക്രൈറ്റീരിയാസിനെ സംബന്ധിക്കുന്ന സപ്പോർട്ടീവ് ഡാറ്റകളും അതുപോലെ തന്നെ സ്ഥിതി വിവര കണക്കുകളും മറ്റുമൊക്കെ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ നെഗോഷിയേഷന് കുറേയും കൂടെ അവർക്ക് സ്ട്രോങ് ആയിട്ട് അവർക്ക് ബാധിക്കാൻ പറ്റും. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു വാദപ്രതിവാദങ്ങളാണ് അല്ലെ. ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ ബാർഗൈൻ ചെയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ച് അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള സപ്പോർട്ടീവ് ഡാറ്റകളും സ്ഥിതി വിവര കണക്കുകളും കൊടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ചർച്ചകളെ കൂടുതൽ എന്താണ് അവർക്ക് കുറേ കൂടെ അതിന് ഹെൽപ്ഫുൾ ആവും. ഓക്കെ ആണോ? സൗണ്ട് വരുന്നുണ്ട് അല്ലെ പുറത്തുനിന്ന്? ഓക്കെ, മനസ്സിലായോ പോയിന്റ്? കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ അവന്റെ മനസ്സിലായോ? അന്നേരം ഇതിന്റെ ഡയറക്റ്റ് മീനിങ് എടുക്കരുത് കേട്ടാ. ഇങ്ങനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിയേ. മെയിൻറ്റെയിൻ എ ബാർഗൈനിങ് ബുക്ക് ടു എയ്ഡ് ദ കമ്പനി നെഗോഷിയേഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് കളക്റ്റഡ് ഇൻഫർമേഷൻ ഓൺ ഇഷ്യൂസ് ഫോർ ഡിസ്കഷൻ, an analysis of the effect of each case, usage in other companies and other facts. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ബാർഗൈനിങ് ബുക്ക്. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ബാർഗൈനിങ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മുടെ ഈ ചർച്ചകൾക്ക് പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വിശകലനങ്ങളും പിന്നെ ഈ പറയുന്ന എന്താ പറയാ മറ്റുള്ള ഡാറ്റകളും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു ശേഖരമാണ് എന്ത് ബാർഗൈനിങ് ബുക്ക് എന്ന് പറയുന്നത്. അതായത് ഇവര് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ചർച്ചകൾ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡാറ്റകള് അതുപോലെ തന്നെ മറ്റുള്ള സ്ഥിതി വിവര കണക്കുകള് അല്ലെ, അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങള് വിശകലനങ്ങള് അതിന്റെ ഒരു ശേഖരമാണ് എന്ത് ബാർഗൈനിങ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ബാർഗൈനിങ് ബുക്ക് കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ അവർക്ക് കുറെ കൂടെ നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് കളക്റ്റഡ് ഇൻഫർമേഷൻ ഓൺ ഇഷ്യൂസ് ഫോർ ഡിസ്കഷൻ, അതായത് ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസുകളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അതിനകത്തുണ്ടാവും. അനാലിസിസ് ഓഫ് ദി ഇഫക്ട് ഓഫ് ഈച്ച് കേസ്, അതുപോലെ ഓരോ എന്താണ് ഡിസ്കഷന്റെ വിശകലനങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ യൂസേജ് ഇൻ അതർ കമ്പനീസ്, മറ്റുള്ള കമ്പനികളിൽ എങ്ങനെയാണ് നെഗോഷിയേഷൻസും മറ്റും നടക്കുന്നത്, അതിൽ നിന്നും വന്നിട്ടുള്ള ഫാക്ടുകൾ എന്തൊക്കെയാണ്. അങ്ങനെ ഒരു നെഗോഷിയേഷനെ ഒരു ചർച്ചയെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ശേഖരമാണ് ബാർഗൈനിങ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബാർഗൈനിങ് ബുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കിട്ടിയോ 4 കാര്യങ്ങള്? അപ്പൊ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള നെഗോഷിയേറ്റേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, എന്ത് ചെയ്യണം, ആ കരാറിൽ എന്തൊക്കെ പ്രത്യേക മാറ്റങ്ങളാണോ വരുത്താൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി കൃത്യമായിട്ട് ചിന്തിച്ചിട്ട് വ്യക്തമായിട്ടുള്ള പ്രപ്പോസൽസുകൾ മുന്നോട്ട് വയ്ക്കാം. അതിന് ഓപ്പോസിറ്റ് കക്ഷിയുമായിട്ട് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ കമ്പനിക്ക് എത്ര തുക നൽകാൻ അവർ തയ്യാറാണ്, എന്തൊക്കെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഏകദേശ കണക്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അവരുടെ ചർച്ചയെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടീവ് ഡാറ്റകളും സ്ഥിതി വിവര കണക്കുകളും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഒരു ബാർഗൈനിങ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന്റെ പർപ്പസും ഇത് തന്നെയാണ്. നെഗോഷിയേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വിശകലനങ്ങളും സ്ഥിതി വിവര കണക്കുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ശേഖരത്തിനെയാണ് നമ്മൾ ബാർഗൈനിങ് ബുക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ബാർഗൈനിങ് ബുക്ക് പ്രോപ്പർ ആയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ മാനേജ്മെന്റിന്റെ നെഗോഷിയേറ്റേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. നോക്കാം, ഇവർ ചെയ്യേണ്ട തയ്യാറെടുപ്പുകളാണ് ഈ പറയുന്നത്. ഫ്രം ദ എംപ്ലോയീസ് സൈഡ്, the following information should be collected by the unions.
ഇനി എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന യൂണിയൻസ്, യൂണിയൻ എന്ന് പറയുമ്പോൾ എംപ്ലോയിയുടെ എംപ്ലോയി യൂണിയൻസ് അവർ കളക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കളക്ട് ചെയ്യേണ്ടത്? ഒന്നാമത്തെ നോക്കിയേ, ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ കമ്പനി, that is the status of assets and liabilities and its capacity to pay. അല്ലെ, അതായത് ആ ഒരു കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഒരു കണ്ടീഷൻ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്റ്റാറ്റസ് എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ ആസ്തികളുണ്ട്, എന്തൊക്കെ ബാധ്യതകൾ അവർക്കുണ്ട്, ആ കമ്പനിക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, പേ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ആര് കളക്ട് ചെയ്തിരിക്കണം? യൂണിയൻ കളക്ട് ചെയ്തിരിക്കണം. അതിനനുസരിച്ചിട്ട് വേണം അവർ ബാർഗെയിൻ ചെയ്യാൻ. അല്ലാണ്ട് കമ്പനിയുടെ കമ്പനിക്ക് ഒരു കപ്പാസിറ്റി ഇല്ലാത്ത കമ്പനിയുടെ അടുത്ത് വലിയ വലിയ ആവശ്യങ്ങളായിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് അത് നടത്തി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവർക്ക് എന്തൊക്കെ ആസ്തികളുണ്ട്, അവർക്ക് എന്തെല്ലാം നിലവിൽ എന്തൊക്കെ ബാധ്യതകളുണ്ട്, ഇനി കമ്പനിയുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് എത്രത്തോളം പേ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ശേഖരിച്ചിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? The stand taken by the management of various problems as indicated or indirectly concluded from the negotiations in similar companies. അതുകൂടാതെ പല പല പ്രശ്നങ്ങളിലും നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് എടുത്തിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയാണ്? ഓക്കെ, അതായത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതേ പ്രശ്നങ്ങള് സമാനമായിട്ടുള്ള കമ്പനികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില് എന്തൊക്കെ കൺക്ലൂഷൻ, എന്തൊക്കെ നെഗോഷിയേഷൻസ് അവർ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ നിഗമനങ്ങളിലാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്, നിലവില് നമ്മുടെ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ എന്തൊക്കെ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്, ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങള് ആര് കളക്ട് ചെയ്യണം? യൂണിയൻ കളക്ട് ചെയ്യണം. അല്ലെ, ഇതേപോലെയുള്ള മറ്റു പല കമ്പനികളും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവരെന്തൊക്കെ നെഗോഷിയേഷൻസ് ആണ് അവർ നടത്തിയിട്ടുള്ളത്, അതിലൂടെ എന്തൊക്കെ കൺക്ലൂഷൻ, എന്തൊക്കെ നിഗമനങ്ങളിലാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്, അതുപോലെ വിവിധ പ്രശ്നങ്ങളില് നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ മാനേജ്മെന്റ് എന്തൊക്കെ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യണം? യൂണിയൻ കളക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? The requirements of the employees and their views towards it. അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ആവശ്യകതകള്, അല്ലെ, ഒരു എംപ്ലോയി യൂണിയൻ എന്ന് പറയുമ്പോൾ ആ യൂണിയനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അവരുടെ ആവശ്യങ്ങളാണ് യൂണിയൻ എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ ആവശ്യകതകൾ, അവരുടെ നീഡ്സ്, അവരുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകൾ, അല്ലെ, അവരുടെ ആവശ്യങ്ങളോട് അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലും അവരുടെ പെർസ്പെക്ടീവ്സുകൾ എന്താണ്, അതിനെപ്പറ്റി അവർ അറിഞ്ഞിരിക്കണം. അതൊക്കെ യൂണിയൻ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. ഒരു യൂണിയൻ എന്ന് പറയുമ്പോൾ ആ യൂണിയനകത്ത് ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. ഓരോ എംപ്ലോയീസിനുമായിട്ടും അടുത്തിടപഴകുമ്പോഴാണ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ റിക്വയർമെന്റ്സുകൾ എന്താണ്, പൊതുവെ കണ്ടുവരുന്ന റിക്വയർമെന്റ്സുകൾ എന്താണ്, അതിനോടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ലാസ്റ്റ് വരുന്ന എന്താണ്? The negotiators have to be chosen from both sides and select an appropriate site for the negotiation. അതുകൂടാതെ ഇരു സൈഡിൽ നിന്നും, അതായത് യൂണിയന്റെ ഭാഗത്തു നിന്നും അതുപോലെ നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള നെഗോഷിയേറ്റേഴ്സിനെ, അതായത് റെപ്രസെന്റേറ്റീവ്സ് ആണ്, അവരാണ് എന്താണ് നെഗോഷിയേറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള നെഗോഷിയേറ്റേഴ്സിനെ തെരഞ്ഞെടുക്കുക മാത്രമല്ല, നമ്മൾ നെഗോഷിയേഷൻ ചർച്ച നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക. ഇതൊക്കെ യൂണിയൻ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്ന്, കമ്പനിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാം. അതുപോലെ തന്നെ വിവിധ പ്രശ്നങ്ങളിൽ മാനേജ്മെന്റ് എടുത്തിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയാണ്, അതേ സെയിം പ്രശ്നങ്ങളിൽ മറ്റുള്ള കമ്പനികൾ എന്തൊക്കെ നെഗോഷിയേഷൻ നടത്തി, എന്തൊക്കെ നിഗമനങ്ങളിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്, അതുപോലെ എംപ്ലോയീസിന്റെ ആവശ്യകതകളും അതിനോടുള്ള അവരുടെ കാഴ്ചപ്പാടുകളും എന്തൊക്കെയാണ്, ഇരു സൈഡുകളിൽ നിന്നുമുള്ള നെഗോഷിയേറ്റേഴ്സിനെ തെരഞ്ഞെടുക്കുകയും ഈ പറയുന്ന ഡിസ്കഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്യാം കേട്ടോ. ഇത്രയുമാണ് എന്ത് ഒരു പ്രിപ്പറേഷനിൽ വരുന്നത് കേട്ടോ. ഇത്രയും നമ്മൾ പറഞ്ഞത് പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ ആണ് കേട്ടോ. നെഗോഷിയേഷന് വേണ്ടി നടത്തുന്ന തയ്യാറെടുപ്പുകളാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നടത്തേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്, യൂണിയന്റെ ഭാഗത്തു നിന്ന് നടത്തേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി, ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ നോക്കി.
ഓക്കെ, നെക്സ്റ്റ് പറയാം കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ എന്താണ്? ഐഡന്റിഫൈ ബാർഗെയിനിങ് ഇഷ്യൂസ് കേട്ടോ. ബാർഗെയിനിങ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ ഓരോ എന്തൊക്കെ ഇഷ്യൂസുകൾ വരാം എന്നുള്ളത് പ്രത്യേകം കാറ്റഗറൈസ് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് അതൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. The main issues in collective bargaining are explained below കേട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെയിൻ ഇഷ്യൂസുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഇഷ്യൂസ് ആണ്? ഒന്ന്, വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവാം അല്ലെ, വേതന സംബന്ധമായിട്ട് വരുന്ന ഇഷ്യൂസ് ആവാം. അതുപോലെ സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ്സ് ഇഷ്യൂസ്, നമ്മള് ശമ്പളത്തിന് പുറമെ അല്ലാതെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഉണ്ടല്ലോ, സപ്ലിമെന്ററി ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. അത് നമ്മൾ പെൻഷൻ കൊടുക്കാം, അതുപോലെ PF അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കില്ലേ, അങ്ങനെയുള്ള സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ് ഇഷ്യൂസ്. പിന്നെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ്, അതായത് അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഉണ്ട്, ഭരണപരമായിട്ട് വരുന്ന ഇഷ്യൂസുകൾ. ഇങ്ങനെ നമ്മള് ബാർഗെയിനിങ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി അല്ല, ഒരു 4 കാറ്റഗറി ആയിട്ട് തന്നെ അവിടെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്ന് ഏതൊക്കെയാണ്? വേജ് റിലേറ്റഡ് ഇഷ്യൂസ്, സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ്സ് ഇഷ്യൂസ്, മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ്, നാലാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇഷ്യൂസിനും ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പൊ വേജ് റിലേറ്റഡ് ഇഷ്യൂസിന് എന്താണ്? വേജുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം, എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം. അതുപോലെ സപ്ലിമെന്ററി ആ ഇഷ്യൂസ് തന്നിട്ട് ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് ചോദിക്കും. സപ്ലിമെന്ററിയിലാണോ, അത് വേജ് റിലേറ്റഡ് ആണോ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസിലാണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസിലാണോ ഉൾപ്പെടുന്നതെന്ന് അങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ അത് നോക്കുക കേട്ടോ. ഫസ്റ്റ് വൺ വേജ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. It includes determination of basic wage rates. അതൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. ബേസിക് വേജ് റേറ്റ്സ്, അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ്, വേജ് ഡിഫറൻഷ്യൽസ്, ഓവർ ടൈം റേറ്റ്സ്, വേജ് അഡ്ജസ്റ്റ്മെന്റ്സ് എക്സെട്ര കേട്ടോ. അപ്പൊ വേജ് റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇഷ്യൂസുകളാണ് വരുന്നത്? ഒന്ന്, ബേസിക് വേജ് റേറ്റ്സ്, നമ്മുടെ അടിസ്ഥാന വേതന നിരക്കുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ്, നമ്മുടെ ജീവിത ചെലവ് അല്ലെ, ജീവിത ചെലവ് ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് അല്ലെ. പിന്നെ വേജ് ഡിഫറൻഷ്യൽസ്, അതായത് വേതനത്തിലുള്ള വ്യത്യാസങ്ങള്, അതുപോലെ വേജ് അഡ്ജസ്റ്റ്മെന്റ്, വേതന ക്രമീകരണങ്ങള്. അങ്ങനെ വേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ്സ് ഇഷ്യൂസ്. നമ്മള് ഈ വേതനത്തിന് പുറമെ നമ്മൾ അഡീഷണൽ ആയിട്ട് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്ന പല ബെനിഫിറ്റ്സുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് നോക്കിയേ. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാൻസ് റിലേറ്റഡ് ടു പെൻഷൻസ്, അതുപോലെ അതായത് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടത്, പെയ്ഡ് വെക്കേഷൻസ് ഓർ പെയ്ഡ് ഹോളിഡേസ്, നമ്മൾ ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധികൾ കൊടുക്കാറുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ, ആരോഗ്യ ഇൻഷുറൻസുകള്, പിന്നെ ഡിസ്മിസല്, അപ്പൊ നമ്മൾ എംപ്ലോയിനെ പിരിച്ചുവിടുന്നത്. അതുപോലെ സപ്ലിമെന്ററി അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്, അതായത് തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങള്. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതാണ് എന്ത്? സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ്സ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ്? പെൻഷൻ, അതുപോലെ പെയ്ഡ് ഹോളിഡേസ്, ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ എംപ്ലോയീസിന്റെ ഡിസ്മിസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങള്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസുകളും ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്? സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ്സ് ഇഷ്യൂസിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് യൂണിയൻസ്, ഇൻക്ലൂഡിംഗ് യൂണിയൻ സെക്യൂരിറ്റി, ചെക്ക് ഓഫ് പ്രൊസീജിയേഴ്സ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസ് എക്സെട്ര കണ്ടോ. ഇതിനകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ തൊഴിലുടമകളുണ്ട്, തൊഴിലാളികളുണ്ട്, അവരുടെ യൂണിയൻ ഉണ്ട്. ഇതെല്ലാം അടങ്ങുന്നതാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ പറയുന്ന എംപ്ലോയീസിന്റെയും യൂണിയൻസിന്റെയും അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അവരുടെ അവകാശങ്ങള്, അവരുടെ ചുമതലകള്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത്? യൂണിയന്റെ സെക്യൂരിറ്റി, അതുപോലെ ചെക്ക് ഓഫ് പ്രൊസീജിയർ. ചെക്ക് ഓഫ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിൽ വരുന്ന ചില വ്യതിയാനങ്ങള്, അതുപോലെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസ്, എംപ്ലോയീസിന്റെ വർക്ക് ലൈഫ് അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ അല്ലെ. അവർ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ എന്ന് വെച്ചാൽ അവരുടെ വർക്ക് ലൈഫിന് ഇംപ്രൂവ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസുകൾ അല്ലെ. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ആ ഒരു എന്താ പറയാ വർക്ക് ലൈഫിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസുകൾ. ഇതൊക്കെ എന്തിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്, ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് നോക്കിയേ. ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസേൺസ് ഓഫ് എംപ്ലോയീസ് സച്ച് എസ് സീനിയോറിറ്റി, എംപ്ലോയി ഡിസിപ്ലിൻ ആൻഡ് ഡിസ്ചാർജ് പ്രൊസീജിയർ, എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി, വർക്ക് റിലേറ്റഡ് റൂൾസ്, ജോബ് സെക്യൂരിറ്റി ആൻഡ് ട്രെയിനിങ്, അറ്റൻഡൻസ്, ലീവ്സ് എക്സെട്ര. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ സീനിയോറിറ്റി, അതുപോലെ തന്നെ അവരുടെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ, നമ്മൾ ഗ്രീവൻസ് പഠിച്ചതല്ലേ, അപ്പൊ അവരുടെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടത്, ഡിസ്ചാർജ് പ്രൊസീജിയർ അവരെ പിരിച്ചുവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, പിന്നെ എംപ്ലോയീസിന്റെ ഹെൽത്തും അവരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകള്, പിന്നെ ഈ പറയുന്ന സാങ്കേതിക വിദ്യകളിൽ വരുന്ന പുരോഗതി, അതൊക്കെ എല്ലാവർക്കും ഒരുപോലെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഈ പറയുന്ന അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി, സാങ്കേതിക പുരോഗതി അല്ലെ, അതിലുണ്ടാവുന്ന പ്രശ്നങ്ങള്, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ്, ജോലി സംബന്ധമായിട്ടുള്ള നിയമങ്ങള്, അതുപോലെ ജോലിയുടെ സുരക്ഷിതത്വം, ട്രെയിനിങ്, അതുപോലെ എംപ്ലോയീസിന്റെ അറ്റൻഡൻസ്, അവരുടെ ലീവുകള്, ഇതെല്ലാം വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസിനകത്താണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇഷ്യൂസുകളെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങള്. അപ്പൊ ഇവിടെ പറയുന്നു the wage and the benefits concerns of employees are most important during the collective bargaining. നമ്മൾ ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് സമയത്ത് ഒരു എംപ്ലോയീസിന് കൊടുക്കുന്ന വേജസ് അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റുകള് അവയ്ക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ കേട്ടോ. കളക്റ്റീവ് ബാർഗൈനിങ്ങില് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന വേതനം, അവർക്ക് കൊടുക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, അതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. However, the other issues of institutional rights and administration cannot be ignored by the negotiator. പക്ഷെ അങ്ങനെയാണെങ്കിൽ വേജും സാലറി, വേജും അതുപോലെ മറ്റുള്ള ബെനിഫിറ്റ്സ് മാത്രമല്ല, ഈ പറയുന്ന നമ്മൾ നേരത്തെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇഷ്യൂസുകളും അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊന്നും ഒരു കാരണവശാലും നെഗോഷിയേറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവഗണിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ ഇഷ്യൂസും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് ഈ 4 ഇഷ്യൂസില് ഏതെങ്കിലും ഒരു ഇഷ്യൂസിനാണ് ഇമ്പോർട്ടൻസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറയുന്ന 4 ഇഷ്യൂസിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അല്ലെ. ഇപ്പൊ വേജിന്റെയും ബെനിഫിറ്റ്സിന്റെ ഇഷ്യൂസ് മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ഇതൊന്നും തന്നെ നമുക്ക് ഒരു കാരണവശാലും നെഗ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഐഡന്റിഫൈഡ് ബാർഗൈനിങ് ഇഷ്യൂസ് അല്ലെ. ബാർഗൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്തൊക്കെ ഇഷ്യൂസുകളാണ്? വേജ് റിലേറ്റഡ് ഇഷ്യൂസ്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ്സ് ഇഷ്യൂസ്, അതിനകത്ത് എന്തൊക്കെയാണ് പോയിന്റുകൾ ഓർത്ത് വെക്കുക, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ 2 സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. ആദ്യത്തെ എന്തായിരുന്നു? പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. രണ്ടാമത്തത് എന്തായിരുന്നു? ഐഡന്റിഫൈങ് ദ ബാർഗൈനിങ് ഇഷ്യൂസ്. മൂന്നാമത്തെ ഫേസ് നമ്മൾ എന്താ പഠിച്ചത്? നെഗോഷിയേറ്റിംഗ് അല്ലെ. മൂന്നാമത്തെ ഫേസ് എന്തായിരുന്നു? സ്റ്റെപ്പ് എന്തായിരുന്നു? നെഗോഷിയേറ്റിംഗ് ആണ്. നെഗോഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡിസ്കസ് ചെയ്യും അല്ലെ. അപ്പൊ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ശ്രദ്ധിക്കാം. നെഗോഷിയേഷൻ ഫേസ് സ്റ്റാർട്ട്സ് when both sides put forward their initial demands. അതായത് ഇരു പാർട്ടികളും അവരുടെ ആവശ്യങ്ങള് മുന്നോട്ട് വെക്കുമ്പോഴാണ് നെഗോഷിയേഷൻ ഫേസ് അവിടെ ആരംഭിക്കുന്നത് അല്ലെ. അതായത് 2 പാർട്ടികൾ, യൂണിയനും മാനേജ്മെന്റും അവരുടേതായ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നതോട് കൂടിയിട്ട് നെഗോഷിയേഷൻ ഫേസ് അവിടെ ആരംഭിക്കുകയാണ്. പിന്നെന്താണ്? The final agreement is not reached immediately as negotiation may spread across several days.
ഒരിക്കലും ഒരു ഫൈനൽ എഗ്രിമെന്റിൽ നമുക്ക് ഉടനടി എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. നെഗോഷിയേഷൻ തുടങ്ങാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഫൈനൽ എഗ്രിമെന്റിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാരണവശാലും എത്താനായിട്ട് പറ്റില്ല. കാര്യം എന്താണ്? നെഗോഷിയേഷന് ഒരുപാട് ദിവസങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. നെഗോഷിയേഷന് ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നെഗോഷിയേഷൻ ഉണ്ടാകാം. ഇനി നമ്മൾ പറഞ്ഞല്ലോ, നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. നോക്കിയേ, ദീസ് ഡേയ്സ് ആർ മാർക്ക്ഡ് ബൈ ഇന്റൻസ് ഡിസ്കഷൻ, competition between opposing groups using intelligent viewpoints with the word plays and threatening each other through strikes and lockouts. ഇങ്ങനെയുള്ളതെല്ലാം ഒരു നെഗോഷിയേഷൻ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമാണ് കേട്ടോ. അതായത് ഈ പറയുന്ന ദിവസങ്ങളിൽ, ചർച്ചയുടെ ദിവസങ്ങളിൽ ഈ പറയുന്ന തീവ്രമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടക്കാം. അതുപോലെ അവരുടെ വളരെ തീവ്രമായിട്ടുള്ള അവരുടെ പെർസ്പെക്ടീവ്സ്, അവരുടെ വ്യൂ പോയിന്റ്സുകൾ അവിടെ ചർച്ച ചെയ്യപ്പെടാം. അതുപോലെ വിറ്റി വേർഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ തമാശയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ ചിലപ്പോൾ സ്ട്രൈക്കോ ലോക്കൗട്ടോ പോലെയുള്ള ഭീഷണികൾ ഉണ്ടാവാം. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്, ഒരു നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. കാരണം നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നൊരു അർത്ഥമില്ല. അതിനകത്ത് എല്ലാം ഉണ്ടാവും. അവിടെ തർക്കങ്ങൾ ഉണ്ടാവും, ഭീഷണികൾ ഉണ്ടായിരിക്കും, തമാശകൾ ഉണ്ടായിരിക്കും. അതുപോലെ വളരെ തീവ്രമായിട്ടുള്ള പല വ്യൂ പോയിന്റ്സുകൾ അവിടെ ചർച്ച ചെയ്യപ്പെടാം. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത്, ഒരു നെഗോഷിയേഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് നെഗോഷിയേഷനിലൂടെ ഉടനടി നമുക്ക് ഒരു ഫൈനൽ എഗ്രിമെന്റിൽ എത്താൻ പറ്റില്ല. കാര്യം എന്താണ്, നെഗോഷിയേഷന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, പിന്നെന്താണ്, ഫൈനൽ എഗ്രിമെന്റ് ഈസ് സൈൻഡ് ബൈ ദ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് ദ യൂണിയൻ വിച്ച് ഈസ് ദ മേജർ റെസ്പെക്ട് ഫോർ ഓൾ. അങ്ങനെ ഇവരുടെ ചർച്ചകളൊക്കെ നീണ്ടു ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്കൊടുവിലാണ് അവരൊരു ഫൈനൽ എഗ്രിമെന്റിലോട്ട് എത്തിച്ചേരുന്നത് അല്ലെ. ആ ഫൈനൽ എഗ്രിമെന്റിൽ ഈ പറയുന്ന മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സും യൂണിയനും ഒപ്പിടുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു ആശ്വാസം വരികയാണ് അല്ലെ. അതോടുകൂടി ഒരു കൺക്ലൂഷനിൽ എത്തി എന്ന് നമുക്ക് പറയാം. ഫോർമൽ ആയിട്ടല്ല എങ്കിലും ഇരു കൂട്ടരും അത് അംഗീകരിക്കുന്നതിലൂടെ, ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു ഫൈനൽ ഒരു സ്റ്റേജിലോട്ട് എത്തി എന്ന് നമുക്ക് പറയാം അല്ലെ. പിന്നെന്താണ്, the more skilled the negotiators, the better chances of success they have in winning the negotiations. ഇപ്പൊ ഈ നെഗോഷിയേറ്റേഴ്സ് ഒക്കെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള നെഗോഷിയേറ്റേഴ്സ് ആണെങ്കിൽ ആ ഒരു നെഗോഷിയേഷൻ വളരെ സക്സസ്ഫുൾ ആക്കുന്നതിൽ അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതായത് നമ്മൾ നല്ല നെഗോഷിയേറ്റേഴ്സ്, നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് നേടിയെടുക്കാനും വാദിക്കാനും വാദിക്കാനൊക്കെ സാധിക്കുന്ന നല്ല നെഗോഷിയേറ്റേഴ്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള നെഗോഷിയേറ്റേഴ്സ് ആണെങ്കിൽ ആ നെഗോഷിയേഷനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മാറ്റാനായിട്ട് അവർക്ക് സാധിക്കും. അതായത് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, ഇരു കൂട്ടർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് അതിന്റെ ഒരു നെഗോഷിയേഷന്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള നെഗോഷിയേറ്റേഴ്സ് ആണെങ്കിൽ ഏറ്റവും സക്സസ് ആയിട്ട് നമുക്ക് ആ നെഗോഷിയേഷനെ എൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ആക്ച്വൽ കേസ് ആണത്. നെഗോഷിയേറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ ഇരു കൂട്ടരും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതോടുകൂടി നെഗോഷിയേഷൻ ഫേസ് അവിടെ ആരംഭിക്കുകയാണ്. ഒരു നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഉടനടി ഫൈനൽ എഗ്രിമെന്റിലോട്ട് എത്തിച്ചേരുന്നില്ല. അതിന് ദിവസങ്ങൾ നീണ്ട താമസമുണ്ട്. അതിനകത്ത് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അതായത് വളരെ തീവ്രമായിട്ടുള്ള ചർച്ചകള്, തീക്ഷ്ണമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകള്, തമാശകള്, ഭീഷണികള് അല്ലെ, ഈ പണിമുടക്കും അതുപോലെ ലോക്കൗട്ടൊക്കെ പോലെയുള്ള ഭീഷണികള് വരെ ഈ ഒരു ചർച്ചയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു ഫൈനൽ എഗ്രിമെന്റിൽ മാനേജ്മെന്റ് യൂണിയനും ഒപ്പിടുന്നതോട് കൂടിയിട്ടാണ് അതൊരു ഫൈനൽ ലെവലിലോട്ട് എത്തുന്നത്. പിന്നെ നെഗോഷിയേറ്റേഴ്സ് എത്രത്തോളം സ്കിൽഡ് ആണോ, എത്രത്തോളം എഫിഷ്യന്റ് ആണോ, അത്രത്തോളം ആ ഒരു നെഗോഷിയേഷന്റെ സക്സസിനെ അത് സ്വാധീനിക്കുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? റീച്ചിങ് ആൻഡ് റാറ്റിഫൈങ് ദ എഗ്രിമെന്റ്. റീച്ചിങ് ആൻഡ് റാറ്റിഫൈങ് ദ എഗ്രിമെന്റ്, അതായത് നമ്മളൊരു കരാറിൽ എത്തിച്ചേരുകയും അത് അംഗീകരിക്കുകയും ചെയ്യും. നമ്മൾ നെഗോഷിയേഷൻ നടത്തി ലാസ്റ്റ് എത്തുമ്പോൾ ഒരു ഫൈനൽ എഗ്രിമെന്റിൽ എത്തുന്നുണ്ട് അല്ലെ. ആ എത്തിയ എഗ്രിമെന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു കരാറിൽ എത്തുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിനെ റാറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ അപ്രൂവ് ചെയ്യുക, അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് എന്ത്, നാലാമത്തെ സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. എഗ്രിമെന്റ് വിച്ച് ഹാസ് ബീൻ മെയ്ഡ് ഈസ് സ്റ്റിൽ ആൻ ഇൻഫോർമൽ വൺ and it needs to be discussed by other members. അതായത് നമ്മൾ ഈ എത്തിച്ചേർന്ന നെഗോഷിയേഷനിലൂടെ അവസാനം എത്തിച്ചേർന്ന എഗ്രിമെന്റ് ഉണ്ടല്ലോ, ആ ഒരു എഗ്രിമെന്റ് തികച്ചും എന്താണ്, ഇൻഫോർമൽ ആണ്.
അനൗപചാരികമാണ്. നമ്മളൊരു ഔപചാരികമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് നമുക്ക് ഒരിക്കലും പറയാറായിട്ടില്ല. അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. കാര്യം എന്താണ്? ആൻഡ് ഇറ്റ് നീഡ്സ് ടു ബി ഡിസ്കസ്ഡ് ബൈ അതർ മെമ്പേഴ്സ്. കാരണം മറ്റുള്ള മെമ്പേഴ്സും കൂടെ അതിനെ പറ്റി ചർച്ച ചെയ്യണം. നമ്മളൊരു എഗ്രിമെന്റിൽ എന്താന്ന് പറയുമ്പോൾ റെപ്രസെന്റേറ്റീവ്സ് മാത്രമാണ് കാര്യങ്ങൾ പറഞ്ഞ ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുന്നത്. പക്ഷെ ആ ഒരു എഗ്രിമെന്റ് നമുക്ക് ഒരു ഫോർമൽ വണ്ണാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതൊരു ഇൻഫോർമൽ ആണ്. കാര്യം എന്താണ്? മറ്റുള്ള മെമ്പേഴ്സും കൂടെ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അല്ലെ? Hence, the two sides generally return to their respective people to determine the acceptability of the agreement. അതുകൊണ്ട് തന്നെ ആ ഒരു എഗ്രിമെന്റിന്റെ സ്വീകാര്യത നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഇരു കക്ഷികളിലേക്കുമായിട്ട് നമ്മൾ ആ ഒരു എഗ്രിമെന്റ് കൊടുക്കുകയാണ്. അതായത് യൂണിയനും കൊടുക്കും, അതുപോലെ മാനേജ്മെന്റിനും കൊടുക്കും. എന്ത് വേണം? ആ ഒരു എഗ്രിമെന്റിന്റെ അക്സെപ്റ്റബിലിറ്റി, അതിന്റെ ഒരു എന്താണ് സ്വീകാര്യത ഉറപ്പുവരുത്തണം, അല്ലെ? അത് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരു കക്ഷികൾക്കുമായിട്ട് ആ ഒരു എഗ്രിമെന്റ് റിട്ടേൺ ചെയ്യും. അവരത് വായിച്ച് മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് കൊടുക്കുകയാണ്. An important stage is rectification. ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേജ് ആണ് എന്ത്? റെക്ടിഫിക്കേഷൻ. റെക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? തിരുത്തുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ്? തിരുത്തുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ് എന്ത്? റെക്ടിഫിക്കേഷൻ, തിരുത്തുക എന്നുള്ളത്, അല്ലെ? ഇൻ ദിസ് സ്റ്റേജ്, ഈ ഒരു സ്റ്റേജില് the union members are asked to vote on the agreement after it is being explained by the union negotiating team. അങ്ങനെ ഈ പറയുന്ന യൂണിയൻ നെഗോഷിയേറ്റിംഗ് ടീം ആ കരാറിനെ പറ്റി വിശദമാക്കിയതിനു ശേഷം അതിലെ മെമ്പേഴ്സിനോട് വോട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ വോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ അക്സെപ്റ്റബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് റെപ്രസെന്റേറ്റീവ്സ് മാത്രം ഒരു ഫൈനൽ എഗ്രിമെന്റിന് എത്തിച്ചേർന്നതുകൊണ്ട് നമുക്ക് അതൊരു ഫോർമൽ എഗ്രിമെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് ഇരു കൂട്ടരുടെ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ഇരു കൂട്ടരിലേക്കായിട്ട് അഗ്രിമെന്റ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ യൂണിയൻ നെഗോഷിയേറ്റിംഗ് ടീം ആ കരാറിലെ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം യൂണിയൻ മെമ്പേഴ്സിനോട്, അതായത് ആ യൂണിയന്റെ ഭാഗമായിട്ട് എംപ്ലോയീസിനോട് അതിലോട് വോട്ട് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടും. ഓക്കെ, അങ്ങനെയോ എ ഫേവറബിൾ വോട്ട് ട്രാൻസ്ലേറ്റ്സ് ആൻ അഗ്രിമെന്റ് ഇൻ ടു എ കോൺട്രാക്ട്. അണ്ടർലൈൻ ചെയ്യാം, ഒരു അനുകൂലമായിട്ടുള്ള ഒരു വോട്ടാണ് ആ ഒരു എഗ്രിമെന്റിനെ ഒരു കരാറിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ ആദ്യത്തെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ എഗ്രിമെന്റ് ആണ്. പക്ഷെ ഒരു അപ്രൂവൽ വോട്ടോട് കൂടി, ഒരു ഫേവറബിൾ, ഒരു അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് നൽകുന്നതോട് കൂടിയിട്ടാണ് ആ ഒരു ഇൻഫോർമൽ എഗ്രിമെന്റ് ഒരു ഫോർമൽ ആയിട്ടുള്ള കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഫോർമൽ ആയിട്ടുള്ള കരാറായിട്ട് മാറുന്നത്. Unless the contract has clarity and accuracy, it can lead to grievance or other problems. അപ്പൊ ഈ പറയുന്ന കോൺട്രാക്റ്റില് ഈ കോൺട്രാക്ട് കൃത്യമല്ല, വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ അത് പലവിധ പ്രോബ്ലംസിലോട്ടും നയിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? Unless the contract has clarity and accuracy, it can lead to grievance or other problems. നമ്മൾ ഈ പറയുന്ന കോൺട്രാക്ട് വ്യക്തമല്ല, കൃത്യമല്ല എന്നുണ്ടെങ്കിൽ അത് പലവിധ പരാതികൾക്കും പ്രോബ്ലംസിലോട്ട് നയിച്ചേക്കാം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഇരു കൂട്ടർക്കുമായിട്ട് എഗ്രിമെന്റ് കൊടുക്കുകയും അവരോട് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന, അങ്ങനെയാണ് നമ്മൾ അപ്രൂവൽ വേണ്ടിയത്. അങ്ങനെ ഒരു ഫേവറബിൾ വോട്ടോട് കൂടിയിട്ടാണ് ആ ഒരു ഇൻഫോർമൽ എഗ്രിമെന്റ് ഒരു ഫോർമൽ ആയിട്ടുള്ള കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണ് പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, അങ്ങനെ നമ്മൾ എഗ്രിമെന്റിൽ എത്തിച്ചേർന്നു. ലാസ്റ്റ് ഇതെന്താണ്? കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ. കോൺട്രാക്റ്റിൽ എത്തിച്ചേർന്ന പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ കോൺട്രാക്ട് അങ്ങോട്ട് നടപ്പിലാക്കാം, അല്ലെ? അഡ്മിനിസ്റ്റർ ചെയ്യാം. അതാണ് ഫൈനൽ സ്റ്റെപ്പ്, അല്ലെ? കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് പറയുന്നത്? വിത്ത് ദ സൈനിങ് ഓഫ് ദ എഗ്രിമെന്റ് the collective bargaining process does not end, rather it truly begins. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സ് പഠിക്കുമ്പോൾ ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്തതോട് കൂടിയിട്ട് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സ് അവിടെ അവസാനിക്കുകയല്ല, പകരം ശരിക്കും എന്താണ്? അവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കാര്യം നമ്മളിങ്ങനെ പറയുമ്പോൾ എഗ്രിമെന്റ് സൈൻ ചെയ്തു അത് നടപ്പിലാക്കുന്നതോടുകൂടി അവിടെ അവസാനിക്കുകയല്ല, പകരം അവിടെ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സ് ആരംഭിക്കുകയാണ്. എങ്ങനെയാണ്? ദിസ് മസ്റ്റ് ബി ഫോളോഡ് ബൈ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ എഗ്രിമെന്റ്. നമ്മൾ ആ എഗ്രിമെന്റ് പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതോട് കൂടിയിട്ട്
അതാണ് അഡ്മിനിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞത്. നമ്മൾ എഗ്രിമെന്റിൽ എത്തിച്ചേർന്നു. ആ എഗ്രിമെന്റിൽ പറയുന്ന പ്രൊവിഷൻസുകള്, വ്യവസ്ഥകള് നമ്മൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാണ്, ഇംപ്ലിമെന്റ് ചെയ്യാണ്, നടപ്പിലാക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു പ്രോസസ് അവിടെ ആരംഭിക്കുകയാണ്. However, in the stressful work environment, it is tough to execute the provisions firmly. അല്ലെ? പക്ഷെ നമുക്കറിയാം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റില് ഒരിക്കലും ഈ പറയുന്ന പ്രൊവിഷൻസുകൾ നമുക്ക് കർശനമായിട്ടൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. കാര്യം എഗ്രിമെന്റിൽ ഒരുപാട് പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു സ്ട്രെസ്ഫുൾ വർക്ക് എൻവയോൺമെന്റില് ഈ പറയുന്ന പ്രൊവിഷൻസുകൾ നമുക്ക് കർശനമായിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. Okay. In spite of the best efforts of skilled negotiators and the lawyer experts in HR എന്നാണ് കേട്ടോ, HR, human resource, a perfect agreement may be difficult to reach. അതായത് ശരിക്കും പറയുന്നത് എന്താന്ന് വെച്ചാൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള നെഗോഷിയേറ്റേഴ്സ് ഉണ്ടായാലും അതുപോലെ വളരെ HR മേഖലയിലെ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ലോയർമാരുണ്ടായാൽ പോലും നമ്മൾ ഈ പറയുന്ന വ്യവസ്ഥകള് നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ട്. അതായത് പെർഫെക്റ്റ് എഗ്രിമെന്റ് മേ ബി ഡിഫിക്കൽട്ട് ടു റീച്ച്. അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിലോട്ട് എത്തിച്ചേരുക എന്ന് പറഞ്ഞിട്ട് വളരെ പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമ്മൾ എഗ്രിമെന്റ് എത്തുന്നുണ്ട്, ശരിയാണ്, അതിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള നെഗോഷിയേറ്റേഴ്സ്, ലോയേഴ്സ് ഉണ്ടായാൽ കൂടിയും നമുക്കൊരു പെർഫെക്റ്റ് എഗ്രിമെന്റിലോട്ട് എത്തിച്ചേരുക എന്നുള്ളത് പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാക്സിമം എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ടും എത്തിക്കാന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് till the agreement period does not expire, the flaws are allowed to continue. കേട്ടോ, അതായത് ആ ഒരു എഗ്രിമെന്റ് പീരീഡ് അവസാനിക്കുന്നത് വരെയും പലതരത്തിലുള്ള പോരായ്മകൾ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. പോരായ്മകൾ ഉണ്ടാവും, ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. അവിടെ പോരായ്മകൾ ഉണ്ടായിരിക്കും. എത്രത്തോളം അഗ്രിമെന്റ് തീരുന്നിടത്തോളം വരെ പല രീതിയിൽ ചെറുതും വലുതുമായിട്ടുള്ള പല രീതിയിലുള്ള പോരായ്മകളും അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. ഡിസ്പ്യൂട്ട് മേ അറൈസ് ഫ്രം ഫാൾട്ടി ഇംപ്ലിമെന്റേഷൻ ഓർ ബ്രീച്ച് ഓഫ് എനി കണ്ടീഷൻ. ഈ ഡിസ്പ്യൂട്ടുകൾ എങ്ങനെയൊക്കെ ഉണ്ടാവാം? ഒന്ന്, ഇംപ്ലിമെന്റേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഉണ്ടാവാം, നമ്മൾ ആ പറയുന്ന വ്യവസ്ഥകൾ ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തില്ല, ഒരു ഫോൾട്ടി ഇംപ്ലിമെന്റേഷൻ, ഒരു തെറ്റായ രീതിയിലാണ് നമ്മൾ ആ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും? ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അതുപോലെ അതിൽ പറഞ്ഞ ഏതെങ്കിലും കണ്ടീഷൻസിൽ ബ്രീച്ച് വരെയാണ്, ലംഘനങ്ങൾ വന്നാലും അവിടെ എന്തുണ്ടാവാം? ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകാം. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ. ദ റോൾ ഓഫ് ദ HR മാനേജർ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദ റോൾ ഓഫ് ദ HR മാനേജർ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ദ ഡെയിലി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കോൺട്രാക്ട്. ഈ കോൺട്രാക്ട് ഡെയിലി നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് ആർക്കാണ് ഉള്ളത്? HR മാനേജർക്കാണ്. ചോദിക്കാട്ടോ, ഒരു കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സില് ഈ പറയുന്ന കോൺട്രാക്ടിന്റെ ഡെയിലി അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഏറ്റവും നല്ലൊരു റോളുള്ള വ്യക്തി ആരാണ്? അത് HR മാനേജർ ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ്. ഓക്കെ, ഡിസിപ്ലിൻ ഇഷ്യൂസ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഗ്രീവൻസസ് arising out of agreement are settled by the HR മാനേജർ. കാര്യം എന്താണെന്നറിയോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിപ്ലിൻ ഇഷ്യൂസ് വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രീവൻസസുകളൊക്കെ വന്നാൽ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? HR മാനേജർക്കാണ്. HR മാനേജറാണ് അത് സംബന്ധമായിട്ട് കോൺട്രാക്ട് സംബന്ധമായിട്ട് എംപ്ലോയീസിന് എന്തെങ്കിലും ഡിസിപ്ലിൻ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രീവൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, പരാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? HR മാനേജർക്കുണ്ട്. അത് മാത്രമല്ല, additionally, he or she aims to establish an ideal working relationship with the help of the line management with all employees who are affected by the terms and conditions of the agreement. അതായത് ഈ പറയുന്ന എഗ്രിമെന്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ബാധകമായിട്ടുള്ള എംപ്ലോയീസിനും മാനേജ്മെന്റിനിടയിൽ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആരാണ് അദ്ദേഹം? HR മാനേജർ അല്ലെ. അതായത് HR മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺട്രാക്ടിന്റെ ഡെയിലി അതിന്റെ അഡ്മിനിസ്ട്രേഷനില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ ഉള്ളത് HR മാനേജർക്കാണ് കേട്ടോ. കാര്യം അത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡിസിപ്ലിനറി ഇഷ്യൂസോ ഗ്രീവൻസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കേണ്ടത് HR മാനേജറാണ്. അതിന് പുറമെ എന്താണ് ഈ പറയുന്ന യൂണിയനും മാനേജ്മെന്റിനും ഇടയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്?
മനസ്സിലായോ? നമ്മളിവിടെ പഠിച്ചത് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് ആണ് കേട്ടോ. അതിന്റെ വിവിധ സ്റ്റെപ്പുകളാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റത്തെ പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ. നെഗോഷിയേഷന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താം. അപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ ബാർഗെയിനിങ് ഇഷ്യൂസ്. ബാർഗെയിനിങ് ഇഷ്യൂസ് തിരിച്ചറിയുക. എന്തൊക്കെ ഇഷ്യൂസുകളാണ്, എന്തൊക്കെയാണ് ഓരോന്നിലും വരുന്ന ഇഷ്യൂസുകൾ എന്തൊക്കെയാണ്. നാല് ടൈപ്പ് നമ്മൾ കണ്ടു. മൂന്നാമത്തത് നെഗോഷിയേറ്റിംഗ് ആണ്. നാലാമത്തത് റീച്ചിങ് ആൻഡ് റാറ്റിഫൈങ് അഗ്രിമെന്റ് ആണ്. നാലാമത്തത് കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ആ ഒരു ലാസ്റ്റ് പോർഷൻ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ്ങും പ്രോസസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നീട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മുടെ റിവിഷൻ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ഇത്രയും താങ്കൾ വായിക്കുക, നല്ല മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.